യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 41-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വചനം. നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകും. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. സർവശക്തനായ ദൈവം യെശയ്യാ പ്രവാചകനിലൂടെ ജനത്തിന് കൈമാറുന്ന ആത്മീക ദൂതാണ് യെശയ്യാ പ്രവചനം 41-10. ഭയപ്പെടണ്ട. അപ്പോൾ ഈ ജനം ഏതോ വിഷയത്തിനകത്ത് ഭയപ്പെട്ടിരിക്കുക. ഇന്ന് വചനം കേൾക്കുന്നവരോട് ദൈവം സംസാരിക്കുക. എന്തിനെയോ നീ ഭയപ്പെടുന്നു, ആരെയൊക്കെയോ നീ ഭയപ്പെടുന്നു, എന്തിനെയൊക്കെയോ നീ ഭയപ്പെടുന്നു. ദൈവം നിന്നോട് പറയുക, ഭയപ്പെടണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. എന്തുകൊണ്ട് പേടിക്കണ്ട? ദൈവം നിന്റെ കൂടെയുണ്ട്. എന്നിട്ട് ഭ്രമിച്ചു നോക്കണ്ട, ഞാൻ നിന്റെ ദൈവമാണ്. അടുത്ത വചനം കേട്ടോ, ഞാൻ നിന്നെ ശക്തീകരിക്കും. ഏത് വിഷയത്തിൽ ഭയപ്പെട്ട് ഏത് വിഷയത്തിൽ പുറകോട്ട് പോയോ ആ വിഷയത്തിൽ ദൈവം നിന്നെ ഈ ദിവസങ്ങളിൽ ശക്തീകരിക്കും. ചിലരെ ശക്തീകരിക്കുന്ന ദിവസമാണ് ഇന്നെന്നാണ് കർത്താവ് സംസാരിക്കുന്നത്. എന്നിട്ട് അടുത്ത വാക്യം, ഞാൻ നിന്നെ സഹായിക്കും. ഈ ദിവസങ്ങളിൽ ദൈവശക്തി അനുഭവിച്ചു, ദൈവത്തിന്റെ സഹായം അനുഭവിച്ചു. നിന്നെ ഭയപ്പെടുത്തുന്ന വിഷയത്തിനകത്ത് ഒരു ജയാളിയെ പോലെ ജീവിക്കാൻ ദൈവം നിനക്ക് കൃപ ചെയ്യാൻ പോകുക. ഇനി വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഭയചിന്തകൾ നിങ്ങളെ വിട്ടുപോകണം. സദൃശ്യവാക്യത്തിലൊരു വചനമുണ്ട്, മാനുഷിക ഭയം ഒരു കെണിയാണ്. മനുഷ്യനെ ഭയപ്പെടരുത്, പിശാചിനെ ഭയപ്പെടരുത്. സ്തോത്രം. കാരണം ദൈവം നിന്നെ ശക്തീകരിക്കും. വെല്ലുവിളികളും പ്രതിസന്ധികളും നിനക്ക് നേർക്കുനേരെ വന്ന് നിനക്ക് നേരെ വിരളിച്ചുകൊണ്ടുപോ. ഭയപ്പെടരുത്, കാരണം ദൈവം നിന്റെ കൂടെയുണ്ട്. അവൻ നിന്നെ ശക്തീകരിക്കും, അവൻ നിന്നെ സഹായിക്കും. ഈ കേട്ട വചനത്തിന്റെ ബലത്തോടൊന്ന് കണ്ണടച്ച്, കാരുണ്യവാനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഭയപ്പെടാതെ ജീവിക്കാൻ, വെല്ലുവിളികളെ അതിജീവിച്ചുകൊണ്ട് ജീവിക്കുവാൻ നിന്റെ മക്കൾക്ക് കൃപ ചെയ്യണം. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ നിന്റെ നാമം ചൊല്ലി പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ദൈവം നിന്നെ ശക്തീകരിക്കും, ദൈവം നിന്നെ സഹായിക്കും. ഗോഡ് ബ്ലെസ് യു.